നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞുപോയ ദിവസത്തെ യുഎസിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നവീൻ, എന്താണ് ആദ്യ വാർത്ത? യുഎസിലിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാറിനെ സംബന്ധിച്ച് ധാരണയായി എന്നുള്ളതാണ്. ട്രംപ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയനും ട്രംപും തമ്മിൽ സ്കോട്ട്ലാൻഡിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് ഇക്കാര്യത്തിലൊരു ധാരണയായിട്ടുള്ളത്. കരാർ പ്രകാരം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ 15% തീരുവ അമേരിക്ക ചുമത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് 10% ആക്കണമെന്നായിരുന്നു യൂറോപ്യൻ യൂണിയൻ്റെ ആവശ്യം. എന്നാൽ അത് ട്രംപ് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ചർച്ചയിലൂടെ 15%. പക്ഷേ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അതായത് 15% ആക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്നും എന്താണ് അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് 2-3 മാസത്തോളമായി ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുള്ളത്. ഈ കരാറിനെക്കുറിച്ച് ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ഡീലെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചില്ല. പിന്നെ ഇങ്ങനെയാണല്ലോ സംഭവം നടക്കുമ്പോൾ പൊക്കി പറയും. പിന്നെ 750 ബില്യൺ ഡോളറിൻ്റെ ഊർജ്ജം യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നിന്ന് വാങ്ങും ഈ കരാർ അനുസരിച്ച്. അതുപോലെ കൂടാതെ നിലവിലെ നിക്ഷേപത്തിന് പുറമെ 600 ബില്യൺ ഡോളർ നിക്ഷേപം കൂടി യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നടത്തുമെന്നും ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് വെച്ചാൽ 26-ാം തീയതി വടക്കൻ മിഷിഗണിലെ വാൾമാർട്ടിൽ 42 വയസ്സുള്ള ഒരാൾ ഷോപ്പർമാരെ ആക്രമിച്ചെന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് 11 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. പ്രതി കസ്റ്റഡിയിലാണ്. തീവ്ര കുറ്റങ്ങളൊക്കെ ചുമത്തിയിട്ടുണ്ട്. ട്രാവേഴ്സ് സിറ്റിക്ക് അടുത്തുള്ള ഗാർഫീൽഡ് ടൗണിലെ വാൾമാർട്ട് സൂപ്പർ സെൻറ്ററിൽ വെച്ചാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ആക്രമണം നടന്നത്. കാരണം അമേരിക്കയിൽ ഇപ്പം ആക്രമണം നടക്കുന്നത് ഇപ്പോൾ കുറേ നമ്മൾ മുന്നേ പ്രാവശ്യം ഇതുപോലത്തെ ആക്രമണം നടന്നു എന്നൊക്കെ പറഞ്ഞ കുറേ വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ മലയാളികളും ഈ കാര്യങ്ങളൊരു ഭയങ്കര ഭീതിയിലാണ്. ഇത് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനത്തെ സ്ഥലത്താണ് ആക്രമണം നടത്തുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. 21-84 വയസ്സുള്ള ആളുകൾ പരിക്കേറ്റിട്ടുണ്ടെന്നൊക്കെയാണ്. വീൽ ചെയറിലുള്ളവർക്കും പരിക്ക് വരും. പക്ഷേ ആർക്കും ജീവൻ അപായമില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിലിപ്പോൾ അറസ്റ്റിലായത് ആഫ്റ്റണിൽ നിന്നുള്ള ബ്രാഡ്ഫോർഡ് ജെയിംസ് ഗില്ലയാണ് പ്രതി. അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വേറെന്താ വാർത്തയുള്ളത്? നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നത് അമേരിക്കയിലെ ജനജീവിതത്തെ ബാധിക്കുന്നൊരു വാർത്തയാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാണ്, ചൂട് കൂടുന്നു എന്നുള്ളതാണ്. അപ്പം ഏകദേശം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. 13 കോടിയിലധികം ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ചൂട് ഏതാണ്ട് 100 ഡിഗ്രി ഫാരൻഹീറ്റ് കടക്കുമെന്നാണ് മുന്നറിയിപ്പ്. അത് കടന്നു. 116 ഡിഗ്രി വരെ ജോർജിയയിലൊക്കെ അനുഭവപ്പെട്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായിരുന്നു ഒരു ഏറ്റവും കൂടുതൽ 116-നുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നത് കാലാവസ്ഥാ വകുപ്പ്. ഇനിയിപ്പം പറയുകയാണെങ്കിൽ പലയിടത്തും താപനില 100 ഡിഗ്രി ഫാരൻഹീറ്റ് കടന്നു എന്നാണ് റിപ്പോർട്ട്. ഇപ്പം നമ്മൾ സ്ഥലങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ തെക്ക് കിഴക്കൻ തീരപ്രദേശങ്ങൾ ചൂട് കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ യുഎസിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും താപനില ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പുണ്ട്. മിഡ് വെസ്റ്റിൽ 97 മുതൽ 111 ഡിഗ്രി വരെയും സവന്ന, ജോർജിയ, വിർജീനിയ ബീച്ച് എന്നിവിടങ്ങളിൽ 108-നും 116 ഡിഗ്രിക്കും ഇടയിൽ താപനില അനുഭവപ്പെടുന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇപ്പം മിനിസോട്ട, സെൻട്രൽ മിനിസോട്ട, കിഴക്കൻ സൗത്ത് ഡക്കോട്ട എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടെന്നുള്ള മുന്നറിയിപ്പും ഉണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് മലയാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഡാലസ്, ഒക്ലഹോമ സിറ്റി. പിന്നെ അതുപോലെ ഈ ഡാലസ് പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഡാലസ് ഇവിടങ്ങളിൽ 90 ഡിഗ്രി മുതൽ 110 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ട്. പിന്നെ ബോസ്റ്റൺ മുതൽ ന്യൂയോർക്ക് സിറ്റി വരെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും താപനില 90 ഡിഗ്രി വരെ ഉയരുമെന്ന മുന്നറിയിപ്പുണ്ട്. അങ്ങനെ അതുപോലെ കിഴക്കൻ മേഖലയിൽ ബുധനാഴ്ച വരെ കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു അറിയിപ്പുണ്ട്. അതോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ് മഴയുടെ സെൻട്രൽ മിനിസോട്ട, കിഴക്കൻ സൗത്ത് ഡക്കോട്ട എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് പ്രളയം ഒക്കെ കഴിഞ്ഞ് ശരിയായി വരുന്നതേ ഉള്ളൂ. കാലാവസ്ഥാ വകുപ്പിൻ്റെ ഇതിനിടയ്ക്ക് ചൂട് ഒരിടത്ത് ഉണ്ടെങ്കിലും അടുത്ത ഒരു സ്ഥലത്ത് മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. അപ്പം ചൂടിൻ്റെ 100 ഡിഗ്രി ഫാരൻഹീറ്റ് കടന്നെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പലയിടത്തും 116 ഡിഗ്രികളുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്നൊരു വാർത്തയാണ്. അതോടൊപ്പം അടുത്തൊരു വാർത്ത, ഈ കുട്ടികളുടെ ലൈംഗികാതിക്രമണ ചിത്രങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഡാർക്ക് വെബ് ശൃംഖലയ്ക്കെതിരായ ഒരു യുഎസിൻ്റെ നടപടിയാണ്. അപ്പോൾ അതിനെ യുഎസ് വർഷങ്ങളായിട്ട് നടന്നു പോകുന്നൊരു നീക്കമാണ് യുഎസിൻ്റെ. അതിൻ്റെ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ ഗ്രേസ് കള്ളൻ എന്ന പേരിലായിരുന്നു ആ നീക്കം. അതിൽ ഡാർക്ക് വെബിലെ കുട്ടികളുടെ ലൈംഗിക ചൂഷണ വെബ്സൈറ്റുകളാണ് ഇതിലൂടെ പുറത്തു വന്നത്. ഏകദേശം ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾക്കൊന്ന് പറയുകയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് ചിത്രങ്ങളുണ്ടായിരുന്നു, കുട്ടികളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു.
അതിൽ 1,20,000-ലധികം അംഗങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം 1,00,000-ലധികം സന്ദർശകരുണ്ടായിരുന്നു. അങ്ങനെയാണ് FBI പറയുന്നത്. അതോടൊപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 18 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ വിർജീനിയ, മേരിലാൻഡ്, ഇന്ത്യാന, ടെക്സസ്, വാഷിങ്ടൺ, മിഷിഗൺ, ഒക്ലഹോമ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊരു ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ്റെ ഭാഗമാണ്. ഓപ്പറേഷൻ്റെ പേരിങ്ങനെയാണ്, ഓപ്പറേഷൻ ഗ്രേസ് കള്ള്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടുത്തിടയ്ക്ക് നടന്ന ഈ ആക്ഷന് ഉണ്ടായത്. ഈ ആക്ഷൻ ഫെഡറൽ അധികൃതർ പറയുന്നത്. അതെ. ഇനി അടുത്ത വാർത്ത ഏതാണ് നമ്മൾ പോകുന്നത്? ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് വെച്ചാൽ വിസ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ സെപ്റ്റംബർ മുതൽ വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അത് പാൻഡമിക് സമയത്ത് പല ആളുകളും വിസ ഇൻ്റർവ്യൂ ഇല്ലാതെയാണ് പോയിട്ടുള്ളത്. അതായത് ഈ H1B വിസ ഉള്ള ആൾക്കാരൊക്കെ കോവിഡ് കാലത്ത് 12 അത് വിസ തീരുന്നതിൻ്റെ റിന്യൂ ചെയ്യേണ്ട ഒരു 12 മാസത്തെ ഒരു കാലാവധിക്കുള്ളിലാണെങ്കിൽ വിസ ഇൻ്റർവ്യൂ വേണ്ട എന്നൊക്കെയുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ജൂലൈ 25 പുതിയൊരു നിയമം വരുമ്പോൾ ഈ സാധനങ്ങൾ മാറ്റുവാണ്. പക്ഷേ അതിൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമേ ഇളവുണ്ടാവുള്ളൂ. അത് B1, B2 വിസകൾക്ക് ചില ഇളവുകളുണ്ട്. അതിലിപ്പം H1B, L1, F1, J1 തുടങ്ങിയ വിസകൾക്ക് ഈ ഇളവ് ലഭിക്കില്ല. ഫെബ്രുവരിയിലുണ്ടായിരുന്ന 12 മാസത്തെ ഇളവ് പോലും ഈ H1B വിസക്കാർക്കൊന്നും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഇളവ് ലഭിക്കുന്നത് A, C3, G, നാറ്റോ, ടെക്രോ, E1, ഡിപ്ലോമാറ്റിക്, ഒഫീഷ്യൽസ് വിസാസ്, B1, B2 ഈ വിസകൾക്കാണ് സെപ്റ്റംബർ 2 മുതൽ ഇനി ഇൻ്റർവ്യൂ അഭിമുഖങ്ങളില്ലാതെ. അത് ചില സാഹചര്യങ്ങളിലാണ്. ഇപ്പോൾ നമുക്കറിയാം US നിയമങ്ങളൊക്കെ കർശനമാക്കുകയാണ്. വിസ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് US കടക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. ഇൻ്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ വിസ റദ്ദാക്കുന്നു, വിസ നിരസിക്കുന്നു എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ ഇപ്പോൾ റെഡിറ്റിലൊക്കെ ഇഷ്ടംപോലെ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വിസ അഭിമുഖം വേണ്ട എന്ന് പറയുമ്പോഴും ഇതിൽ അധികാരികൾക്ക് ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആവശ്യമെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതിലായിട്ട് എനിക്കൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് അതായത് സെപ്റ്റംബർ 2 മുതലാണ് ഈ പുതിയ, അതായത് നോൺ മൈഗ്രേറ്ററി കുടിയേറ്റേതര വിസയ്ക്കാണ് ഇത് ഉൾപ്പെടുന്നത്, ഈ ഭാഗത്ത് ഉൾപ്പെടുന്നത്. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളും 79 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും നേരത്തെ ഒരു ഇളവുണ്ടായിരുന്നു. അത് ഇനി മുതലില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അവരെ ഇനിയിപ്പം ഇൻ്റർവ്യൂ അവരും ഈ ആരാണോ ആ ഉദ്യോഗസ്ഥനടുത്ത്, കോൺസുൽ ഉദ്യോഗസ്ഥനടുത്ത് ഇൻ്റർവ്യൂവിന് ചെല്ലണം. അതാണ് പ്രധാന സാധനം. അതിനകത്ത് പറയുന്നതൊപ്പം വിസ ഇൻ്റർവ്യൂ ഒഴിവാക്കാനുള്ള അർഹതകൾ കുറയ്ക്കുകയും B1, B2 വിസ പുതുക്കാനുള്ള നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം അതിനകത്ത് ഒരു പോയിന്റ് കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, B1, B2 അല്ലെങ്കിൽ വിസിറ്റർ വിസകൾ പൂർണ്ണമായും പുതുക്കുന്ന അപേക്ഷകൾക്കും ചില നിബന്ധനകൾക്ക് വിധേയമായി ഇളവ് ലഭിക്കും. മുൻപത്തെ വിസയുടെ കാലാവധി കഴിഞ്ഞ് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. എപ്പോഴും ഇത് പിന്നെ അഭിമുഖം ഇല്ലാതെ വിസ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അതെ. ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഈ അഭിമുഖം ഇല്ലാതിരിക്കുന്നത്. അത് പെട്ടെന്ന് പോകേണ്ട സാഹചര്യങ്ങൾ വരുന്ന കുറച്ച് സാധനങ്ങൾ അവർ പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഇളവ് ലഭിക്കുന്നത്. ഇൻ്റർവ്യൂ ഇല്ല, അത് കാലതാമസം ഉണ്ടാവില്ല വിസ കിട്ടാൻ. അതെ. അപ്പോൾ ഈ B1, B2 വിസ പുതുക്കുന്നതിനുള്ള ഇളവിന് അപേക്ഷിക്കുന്നവർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചു പോയേക്കാം. അപേക്ഷകർ അവരുടെ രാജ്യത്തു നിന്നോ അല്ലെങ്കിൽ താമസിക്കുന്ന രാജ്യത്തു നിന്നോ അപേക്ഷിക്കണം. വിസ നിരസിച്ചിട്ടില്ലാത്തവരായിരിക്കണം. അല്ലെങ്കിൽ നിരസിച്ചെങ്കിൽ അത് പിന്നീട് മറികടക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തിരിക്കണം. അപേക്ഷകന് അയോഗ്യതകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കാത്തവർ ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടി വരും. ഈ B1, B2 എന്ന് പറയുന്നത് ഹ്രസ്വകാല വിസയാണ്. ബിസിനസ് മീറ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടി പോകുന്ന വിസയാണ്. അവർക്കാണ് അത്യാവശ്യമായിട്ട് വേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇളവും കൂടി കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത വെച്ചാൽ നമ്മുടെ ജന്മാവകാശ പൗരത്വമായി ബന്ധപ്പെട്ടൊരു USCISന്റെ ഒരു അവർ പദ്ധതി ആലോചിക്കണമെന്ന് പറയുന്നത്. അതായത് ജന്മാവകാശ പൗരത്വം അമേരിക്കയിൽ വൻ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് ജന്മാവകാശ പൗരത്വം ട്രംപിന്റെ ബില്ലിനെതിരെ, എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ ഒരു കീഴ്ക്കോടതി പറയുകയും അത് സുപ്രീം കോടതി തള്ളിക്കളയും ചെയ്ത സാഹചര്യം. അടുത്തൊരു വീണ്ടും ഒരു സാൻ ഫ്രാൻസിസ്കോയിലെ കോടതി വന്ന് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്തു. ജനുവരി 20 ട്രംപ് വെച്ച ബില്ല് പ്രകാരമാണ് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓട്ടോമാറ്റിക്കായി പൗരത്വം കിട്ടില്ല എന്നുള്ള പറയുന്ന ഒരു സാഹചര്യം വരുന്നത്. അതായത് കുട്ടിയുടെ അച്ഛനോ അമ്മയോ അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമയോ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കോടതിയിൽ ഇപ്പം കേസുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ട്രംപ് ഇതിന് പിന്നാലെ തന്നെയാണ് എന്നുള്ളതാണ്. ട്രംപ് ഭരണകൂടം. USCIS ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ എങ്ങനെ നടപ്പാക്കാം എന്നുള്ള കാര്യത്തിൽ USCIS ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമത്തിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ചും USCIS പഠിക്കുന്നുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു കോടതി ഉത്തരവ് വന്നെങ്കിലും കോടതി ആ സാൻ ഫ്രാൻസിസ്കോയിലെ അപ്പീൽ കോടതി ഇതിനെതിരെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞെങ്കിലും ട്രംപിന് സുപ്രീം കോടതി പോകാനുള്ള അവസരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനിയിപ്പം ഈ നിയമം വരികയാണെങ്കിൽ ഈ ജനിക്കുന്ന കുട്ടികൾക്ക് നയതന്ത്രജ്ഞരുടെ കുട്ടികൾ എങ്ങനെ പരിഗണിക്കുന്നുവോ അതുപോലെയാണ് പരിഗണിക്കുക. അതായത് ഇപ്പോൾ ഭർത്താവ് H1B വിസയ്ക്കും ഭാര്യ
H4 വിസയിലാണ് അമേരിക്കയിൽ താമസിക്കുന്നതെന്ന് കരുതുകയാണെങ്കിൽ അവർക്ക് അമേരിക്കയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിക്ക് അമേരിക്കൻ പൗരത്വമല്ല ലഭിക്കുക, പകരം H4 ആണ് കിട്ടുക. അതായത് ഭർത്താവ് H1B വിസയും ഭാര്യയ്ക്ക് H4 ആണെങ്കിൽ കുട്ടിക്ക് H4 കിട്ടുക. ഭാര്യയുടെ കുട്ടിയുടെ മാതാവിൻ്റെ വിസ ഏതാണോ അതാണ് കുട്ടിക്ക് കിട്ടുക. അതൊരു പുതിയൊരു നയതന്ത്രജ്ഞരുടെ കുട്ടികളെ എങ്ങനെ പരിഗണിക്കുന്നു അതേ രീതിയിലായിരിക്കും അപ്പോൾ ഈ കുട്ടികളെയും പരിഗണിക്കുക. അടുത്ത വാർത്ത എയർഫോഴ്സ് വണ്ണുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന വിമാനമാണ് എയർഫോഴ്സ് വണ്ണ്. അപ്പം അത് ഖത്തർ കഴിഞ്ഞ ഒരു വിമാനം US ട്രംപുമായിട്ടുള്ള ഇതിൽ ട്രംപിന് കൊടുക്കാമെന്ന് സമ്മാനിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങൾ ഒപ്പുവെച്ചു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ഖത്തർ ഉപപ്രധാനമന്ത്രിയും തമ്മിലാണ് ആ കരാറിൽ ഒപ്പുവെച്ചത്. ആ കരാർ ഖത്തർ സമ്മാനിക്കുന്ന ഈ വിമാനം നവീകരിച്ച് എയർഫോഴ്സ് വണ്ണായിട്ട് മാറ്റാനാണ് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി. അങ്ങനെ ഈ ട്രംപ് ഭരണകൂടത്തിന് ഈ വിമാനം ഇങ്ങനെ സൗജന്യമായിട്ട് കൈമാറുന്നതിൽ ഡെമോക്രാറ്റുകൾ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. പിന്നീടാണ് ഇതിനിടയ്ക്ക് എയർഫോഴ്സ് പുതിയ വിമാനങ്ങൾക്കായി ബോയിങ്ങുമായി കരാർ ഒപ്പിട്ടിരുന്നു. ഇതോടെയാണ് ഇതിങ്ങനെ സൗജന്യമായിട്ട് തരുന്ന വിമാനമാണ്, ഖത്തറിൻ്റെ സ്നേഹസമ്മാനമാണെന്ന് പറഞ്ഞ് ട്രംപ് രംഗത്ത് വരുന്നത്. അങ്ങനെ ആ ഒരു വിവാദം ഒതുക്കി തീർക്കാൻ ട്രംപ് ശ്രമിച്ചു. അങ്ങനെ ഇപ്പം ആ വിമാനം സൗജന്യമായി വാങ്ങാനുള്ള, അതായത് US യാതൊരു പൈസയും ഖത്തറിന് കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള ആ ഒരു കരാറ് ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ചു എന്നാണ് ഒരു അപ്ഡേറ്റ്. അതോടൊപ്പം അത് ഈ വിമാനത്തിൻ്റെ ഒരു വാർത്ത നമ്മൾ വായിക്കുന്ന സമയത്ത് പറയും കാലിഫോർണിയ തീരത്തൊരു ചെറിയ വിമാനം തകർന്നു വീണു എന്നുള്ളൊരു വാർത്ത. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുമ്പോഴും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം വിമാനം തകർന്നതും അതിൻ്റെ സുരക്ഷാ വീഴ്ചയും അതിനുശേഷം പെട്ടെന്ന് ലാൻഡ് ചെയ്യേണ്ടി വന്ന വാർത്തകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് 26-ാം തീയതി തന്നെ കാലിഫോർണിയ തീരത്തൊരു ചെറിയ വിമാനം തകർന്നു വീണെന്നൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന 3 പേരും മരിക്കുകയും ചെയ്തു. അപകടത്തിൽ കാരണം അധികൃതർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രി ഏകദേശം 10:11 സാൻ കാർലോസ് എയർപോർട്ടിൽ നിന്ന് മൊണ്ടേറ റീജിയൻ എയർപോർട്ടിലേക്ക് ലക്ഷ്യം വെച്ച് പറന്ന വിമാനം ഏകദേശം ഒരു 30 മിനിറ്റ് ശേഷം കടലിലേക്ക് വീഴുകയായിരുന്നു. ഈ വിമാനം ഒരു ഡെവാലർ ഏവിയേഷൻ കമ്പനിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡാണ് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം സ്വകാര്യ വിമാനങ്ങളെ സുരക്ഷാ പ്രശ്നങ്ങൾ എടുത്തു കാണിക്കുന്ന ഒട്ടനവധി അപകടങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇതെങ്കിലും ഇതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഈ വിമാനങ്ങൾ തകർന്നു വിടുന്നതിൽ ചർച്ചകൾ ഇപ്പം US നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വിമാനത്താവളത്തിലേക്കും കൂടെ ആയിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. അത് ഒരു അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. US എത്തുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഇവർ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് യാത്രക്കാരെല്ലാ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരും നമ്മുടെ ഇന്ത്യക്കാരടക്കമുള്ള യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അവർ അറിയാം, ഒരു ഓർമ്മപ്പെടുത്തലാണത്. എല്ലാ യാത്രക്കാരും കാർഷിക ഉൽപ്പന്നങ്ങൾ, കൈവശം കൊണ്ടിരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അത് ഈ ബോർഡർ പ്രൊട്ടക്ഷനെ, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനെ അറിയിക്കണം. എന്തൊക്കെയാണ് കയ്യിലുള്ളതെന്നുള്ളത് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ എന്തൊക്കെയാണ് മാംസം, പഴങ്ങൾ, പച്ചക്കറികൾ, ചെടികൾ, വിത്തുകൾ, മണ്ണ്, മൃഗങ്ങൾ, സസ്യജന്തു ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം നിർബന്ധമായി അധികൃതരെ അറിയിക്കണം. അതായത് കസ്റ്റംസ് ഇവർ പറയുന്നത് യാത്രക്കാർ അവരുടെ കയ്യിലുള്ള എല്ലാത്തരം സാധനങ്ങളും കസ്റ്റംസിനെ അറിയിക്കണം. ബാഗേജിലോ വാഹനങ്ങളിലോ എവിടെ ഒളിപ്പിച്ചാലും ഇവർ കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ അതോടൊപ്പം ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള കൃഷികളൊക്കെ സന്ദർശിച്ചിട്ട് വരുന്നവരാണെങ്കിൽ, മൃഗങ്ങളുമായിട്ട് ഇടപഴകുന്നവരാണെങ്കിൽ ഫോം 6059B-യിലെ 11-ാം ചോദ്യത്തിന് യെസ് എന്ന് ഉത്തരം നൽകണമെന്നും ഈ സമയത്ത് ഇതിനോടൊപ്പം അവർ ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പറയുന്നത് ഒരു കാര്യം കൂടെ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മാംസം തുടങ്ങി ഒളിപ്പിച്ചു കൊണ്ടുവരുന്നത് അമേരിക്കൻ കാർഷിക മേഖലയ്ക്ക് ദോഷകരമാണെന്നാണ് അവരുടെ അറിയിപ്പ്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ $1000 വരെ പിഴ ചുമത്താൻ ഇവർക്ക് അധികാരമുണ്ട്. ഏകദേശം 86,500 രൂപയാണ് പിഴത്തുക. കച്ചവട ആവശ്യത്തിനുള്ളവയ്ക്ക്, അത് കച്ചവട ആവശ്യത്തിന് കൊണ്ടുവരുന്നതാണെങ്കിൽ അത് കൂടുതൽ പിഴ ചുമത്തും. അതെല്ലാം നമ്മുടെ മലയാളികളടക്കം US പോകുന്ന യാത്രക്കാർ അറിയാവുന്ന കാര്യമാണ്. ഒന്നും കൂടെ ഈ ഫെഡറൽ ഏജൻസി ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ന്യൂയോർക്കിലെ മേയർ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ സൊഹ്റാൻ മംദാനിയുടെ വിവാഹം നടന്നതാണ്. ഫെബ്രുവരിയിൽ വിവാഹം കഴിഞ്ഞാണ്. ഇന്ത്യൻ വംശജനാണ്. വിവാഹം നടന്നതാണ്. ഫെബ്രുവരിയിലായിരുന്നു വിവാഹം. അതിൻ്റെ ചടങ്ങുകൾ ആഡംബരമായിട്ട് ഉഗാണ്ടയിൽ നടന്ന അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റാണ്. അത് ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിലെ മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും സൊഹ്റാൻ മംദാനിയും പിന്നെ ആർട്ടിസ്റ്റും ആനിമേറ്ററുമായ റാമ ദുവാജിയും തമ്മിലാണ് വിവാഹം നടന്നതാണ്. ഫെബ്രുവരിയിലായിരുന്നു. അവരുടെ വിവാഹ ചടങ്ങുകൾ ഉഗാണ്ടയിലെ മംദാനിയുടെ കുടുംബ എസ്റ്റേറ്റിലാണ്, മംദാനിയുടെ അച്ഛൻ്റെ എസ്റ്റേറ്റിലാണ് നടന്നത്.
3 ദിവസത്തെ പരിപാടിയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടാണ് പരിപാടി അവസാനിച്ചത്. ആ പരിപാടി അവസാനിച്ചെങ്കിലും അതേ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം മംതാനി ഒരു സോഷ്യലിസ്റ്റാണെന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പം മംതാനിക്കെതിരെ വിമർശനം വരുന്നത് ഇപ്പം വിമർശകർ പറയുന്നത് ഷാംപെയിൻ സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് വിമർശനങ്ങൾ വരുന്നത്. ഇത്രയും അത്യാഡംബര വിവാഹങ്ങൾ നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചടങ്ങിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി സുരക്ഷാ ഗേറ്റുകൾ, മുഖംമൂടി ധരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഫോൺ ജാമിംഗ് ഉപകരണങ്ങൾ, അങ്ങനെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു ഇതിനെ ഏർപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. അതുവഴിയാണ് നമ്മൾ വായിച്ചറിയുന്നത്. അപ്പം മംതാനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉഗാണ്ടയിൽ ജനിച്ച 33-കാരനാണ്. 7ാമത്തെ വയസ്സിലാണ് ന്യൂയോർക്കിലേക്ക് താമസം മാറുന്നത്. 2018 US പൗരത്വം സ്വീകരിച്ചു. 27 വയസ്സാണ് ഭാര്യയായ റാമദുവാജിക്ക് ഉള്ളത്. ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത്. ഫെബ്രുവരിയിൽ ഇവരുടെ വിവാഹം നടന്നു. അങ്ങനെ മംതാനി അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ വരെ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ വരെ മംതാനി ഒരു ന്യൂയോർക്കിലെ ഒരു മേയർ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളൊരു തെരഞ്ഞെടുപ്പ് നടന്നു. സീനിയേഴ്സിനെയൊക്കെ വെട്ടിച്ച് അതെ മീര നായർ, സംവിധായിക, നിർമ്മാതാവ് മീര നായർ. അപ്പം അങ്ങനെ മംതാനി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പാണ്. ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. മേയർ സ്ഥാനാർത്ഥി കണ്ടെത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. വൻമരങ്ങളെയൊക്കെ വീഴ്ത്തി മംതാനി ജയിച്ചു വന്നിട്ട് അങ്ങനെ മംതാനിക്കെതിരെ ട്രംപ് വരുന്നു. മംതാനി കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നു. അങ്ങനെ ട്രംപിൻ്റെ ആരോപണങ്ങൾ, മംതാനിയുടെ ജനപ്രിയ വാഗ്ദാനങ്ങൾ, അങ്ങനെയെല്ലാം വന്ന് മംതാനി തിളങ്ങുവാണ് ആൾ. അപ്പം ഈ വർഷം അവസാനമാണ് ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ മംതാനിയുടെ വാർത്തകൾ ഓരോ ദിവസവും നിറയുന്നുണ്ട്. മംതാനിക്കെതിരായ പ്രതികരണങ്ങളും അതിനും കുറവില്ല. അപ്പം ഇന്നത്തെ ചർച്ചകൾ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പം കൂടുതൽ വാർത്തകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.